എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. 2025 ഏപ്രിൽ 14 മുതൽ ഉണ്ടാകുന്ന വിഷുവർഷ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വരാൻ പോകുന്ന ഒരു വർഷക്കാലം വിഷുസംക്രമവുമായി ബന്ധപ്പെട്ട് ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു വിഷുവർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നക്ഷത്രങ്ങൾ തിരുവോണം, അവിട്ടം, ചതയം എന്നീ 3 നക്ഷത്രക്കാർക്ക് 2025-26 വിഷുവർഷം എങ്ങനെയുണ്ടെന്ന് ഉള്ളതിനെക്കുറിച്ചാണ്. പൊതുവെ വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു വിഷുവർഷക്കാലമാണ് ഈ 3 നക്ഷത്രക്കാരെയും സംബന്ധിച്ചിടത്തോളം. എങ്കിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട്. അതായത് മകരക്കൂറിൽപ്പെട്ട തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ 2 പാദം ഈ നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ കുറച്ചുകൂടി കൂടിയിരിക്കുമെന്നുള്ളതാണ്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. വിഷുവർഷഫലത്തിലും അവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങളും സത്കീർത്തിയും ഒക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന യാതനകൾ, രോഗങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ എന്നിവയൊക്കെ ഈ ഏപ്രിൽ മാസം മുതൽ മാറുകയാണ്. കാരണം അവരുടെ 7ാം ശനി അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടത്തിലേക്കാണ് മകരക്കൂറുകാർ സഞ്ചരിക്കാൻ പോകുന്നത്. ശനി കുംഭം രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് പരിവർത്തനം ചെയ്യും. അതായത് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2ാമിടത്ത് നിന്നിരുന്ന ശനി 3ാം ഭാവത്തിലേക്ക് മാറി സഞ്ചരിക്കും. 3ാമിടത്തെ ശനി മുടിവെച്ച് വാഴുമെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും അത്രയൊക്കെ ഗുണങ്ങളൊന്നും നേടിയില്ലെങ്കിൽ പോലും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞതുമായ ഒരു കാലഘട്ടത്തിലേക്ക് മകരക്കൂറുകാരെ കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നതാണ്. അതായത് സാമ്പത്തികമായ പ്രതിസന്ധികൾ മാറിക്കിട്ടുന്നതായിരിക്കും, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും. വിഷുവർഷഫലവുമായിട്ട് സത്കീർത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരെ, രാഷ്ട്രീയക്കാരെ, കലാകാരന്മാരെ ഇവർക്കൊക്കെ വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത്. അതോടൊപ്പം ശനിയുടെ 3ലേക്കുള്ള മാറ്റം കൂടിയാകുമ്പോൾ സാമ്പത്തികമായ നേട്ടങ്ങളും രോഗമുക്തിയും ഒക്കെ ഉറപ്പായിട്ടും മകരക്കൂറുകാർക്കുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദവും ചതയവും ചേർന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ മാറ്റം അനുകൂലമാണ്. കാരണം ജന്മശനിയിൽ നിന്നും ശനി 2ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും 7ാം ശനി മാറുന്നില്ലെങ്കിൽ പോലും ഇതുവരെ അനുഭവിച്ചിരുന്ന മാനസിക ക്ലേശങ്ങളെ, സാമ്പത്തിക പ്രശ്നങ്ങളെ, രോഗങ്ങൾ, ഏകാന്തത ഇവയ്ക്കൊക്കെ കാര്യമായൊരു മാറ്റം സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 3 നക്ഷത്രക്കാർക്കും പൊതുവേ ഏറ്റവും ഗുണകരമായ ഒരു വർഷമാണ് വരാൻ പോകുന്നത്. അതായത് തിരുവോണം, അവിട്ടം, ചതയം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിഷുവർഷം വളരെ അനുകൂലമായിരിക്കും. എങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട്. വിഷുവർഷത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും കുംഭക്കൂറിൽപ്പെട്ടവരുടെ ശനി 2ലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2ൽ ശനി നിൽക്കുമ്പോൾ സമ്പത്ത് വരുന്നത് പോലെ തന്നെ ചിലവാകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം.
അതുപോലെ വ്യാഴം വളരെ അനുകൂലമായൊരു സ്ഥിതിയിലേക്കാണ് കുംഭക്കൂറുകാർക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ ദൈവാധീനമുള്ളൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. അപ്പം വിഷുസംക്രമവുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന ഗുണാനുഭവങ്ങളും ഒക്കെ ആകുമ്പോൾ ഏഴരശനി കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഇതുവരെ അനുഭവിച്ചിരുന്ന അത്ര കഠിനമായ പ്രശ്നങ്ങൾ ഒന്നും ഇനി ഉണ്ടാകുന്നതല്ല എന്ന് പറയാവുന്നതാണ്. എങ്കിലും ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏഴരശനി കാലമാണെന്നൊരു ഓർമ്മ കൂടി വേണ്ടതാണ്. വിഷുഫലത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ എടുത്തു പറയത്തക്ക നേട്ടമാണ്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ വളരെ മാറ്റങ്ങളുണ്ടാകും. അതായത് അകന്നു നിന്ന ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒന്നിച്ച് ചേരാനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതാണ്. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങളൊക്കെ നടക്കുന്നതാണ്. അതായത് വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് നടക്കുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ മുടങ്ങിക്കിടന്നിരുന്ന വിവാഹങ്ങളൊക്കെ ഈ വിഷുവർഷത്തിൽ നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷനുകൾ, അനുകൂലമായ ട്രാൻസ്ഫറുകളൊക്കെ ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള വിഷുവർഷമാണ്. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനവും ഉപരിപഠനാർത്ഥം വിദേശത്തൊക്കെ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ലഭിക്കുന്ന ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത്. കർഷകർക്കും അതുപോലെ തന്നെ പുതിയ സംരംഭകർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ വളരെ അനുകൂലമായ ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത്. അങ്ങനെ വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു വിഷുവർഷത്തിലൂടെയാണ് ഈ 3 നക്ഷത്രക്കാരും കടന്നു പോകാൻ പോകുന്നത്. എങ്കിലും ഈ പറഞ്ഞ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ, അതായത് അവരുടെ അവസാനത്തെ 2 പാദം ചതയം, ഈ നക്ഷത്രക്കാർ സാമ്പത്തികമായ അച്ചടക്കം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ വീണ്ടും വന്നു ചേരുന്നതായിരിക്കും. അക്കാര്യം ശ്രദ്ധിക്കുക. ഒപ്പം ശനീശ്വര പ്രീതി വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏഴരശനി മാറിയിട്ടില്ല. ശാസ്താക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം നടത്തുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവ പഞ്ചാക്ഷരി ജപിക്കുകയും ചെയ്യുക, ഹനുമാൻ ക്ഷേത്രത്തിൽ വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തുക. അതുപോലെ തന്നെ അവരവരുടെ വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളും ഉപാസനാമൂർത്തികളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി ഉപാസിക്കുകയും, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്നദാനം പോലെയുള്ള വഴിപാടുകൾ, അത് അർഹിക്കുന്നവർക്ക് നൽകുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ശനിയുടെ ദോഷവും മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഒപ്പം കഠിനമായി പരിശ്രമിക്കുകയും ചെയ്താൽ ഈ വിഷുവർഷം സാമ്പത്തിക നേട്ടം, സത്കീർത്തി, അതുപോലെ ജോലിയിൽ പ്രമോഷനുകൾ, ശമ്പള വർധനവ്, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ ഗുണകരമായ അവസ്ഥകൾ ഉണ്ടാകുന്നതായിരിക്കും. ജോലിയിൽ അവിടെ പ്രമോഷൻ ലഭിക്കുന്നതും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതുമായിരിക്കും. ബിസിനസ്സുകാർക്കൊക്കെ അനുകൂലമായ ഒരു വിഷുവർഷമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത്. ഒപ്പം നിങ്ങളുടെ ഗ്രഹനില കൂടി ഒന്ന് പരിശോധിപ്പിക്കുക. കാരണം ശനി അനുകൂലമായ സ്ഥാനത്താണ്, അതുപോലെ വ്യാഴം അനുകൂലമായ സ്ഥാനത്താണെങ്കിൽ ദോഷങ്ങൾ വളരെ കുറഞ്ഞിരിക്കും. ശനിദോഷം കുറയുന്നതായിരിക്കും. നേരെ മറിച്ച് ശനിയും വ്യാഴവും ഒക്കെ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ അതിന് വേണ്ട വഴിപാടുകൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കടന്നു പോകുന്ന ദശാകാലം. അനുകൂലമായ ഒരു ദശാകാലത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു വിഷുവർഷമായിരിക്കും വരാൻ പോകുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഗ്രഹനില കൂടി പരിശോധിപ്പിക്കുന്ന അത്യാവശ്യമാണ്. അപ്പോൾ വഴിപാടുകൾ ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക, നിലവിലുള്ള ദശാകാലവും ഒക്കെ മനസ്സിലാക്കി വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ ഏറ്റവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു വർഷക്കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ തിരുവോണം, അവിട്ടം, ചതയം ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞൊരു വിഷുവർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വിഷയമായി കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.